വേണ്ടി, ഏത് ഹദീസിന് വേണ്ടിയും വാറോള ഹദീസുകൾക്ക് വേണ്ടി മാത്രം സ്നേഹിതന്മാര്. ഇനി മറ്റൊരു വിഷയം, നാലാമത്തെ വിഷയം, വിഗ്രഹം പാല് കുടിച്ചെന്ന് പറയുന്ന സംഭവം ശരിയാണോ? വിഗ്രഹം ചോര ഒഴിക്കുക ശരിയാണോ? വിഗ്രഹം സംസാരിച്ചെന്ന് പറയുന്ന സംഭവം ശരിയാണോ? തർക്ക വിഷയം. ജിന്ന് മുജാഹിദ് ശക്തിയായിട്ട് വാദിക്കുകയാണ്, എല്ലാം ശരിയാണ്. വിഗ്രഹം പാല് കുടിക്കും, വിഗ്രഹം സംസാരിക്കും, വിഗ്രഹം ചോര ഒഴിക്കും, ഈ സംഭവം ശരിയാണ്. ഏതാ പ്രസംഗിക്കുന്നത്? ജിന്ന് മുജാഹിദുകൾ. ജിന്ന് മുജാഹിദ് പ്രസംഗിക്കാണ്, പ്രത്യേകിച്ച് ഡോക്ടർ സലായി കടവത്തൂർ പ്രസംഗിക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹത്തെ മുറിച്ച് വലിയ വിഗ്രഹത്തെ മാത്രം നിർത്തി, നിങ്ങൾ ആ വിഗ്രഹത്തോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. പിശാച് വിഗ്രഹത്തമ്മ കയറി സംസാരിച്ചില്ല. അതിന് കാരണം എന്താ? സംസാരിക്കാത്തത് കൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ടല്ല. പിശാചിനപ്പം തോന്നിയില്ല പിശാചിനപ്പം. അതിന് കാരണം മടവൂരികൾ പിശാചിനോട് ഒന്ന് ചോദിച്ചോ? കടവത്തൂരി പണ്ഡിതൻ പ്രസംഗിക്കുക. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 100 സ്ഥലത്ത് പറഞ്ഞതല്ലേ? ശതക്കണക്കിന് ആയത്തിന് പറഞ്ഞില്ലേ? വിഗ്രഹത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യല്ല. ഓതാൻ ആയത്തിലെ സൂറത്ത് 5:73. എന്തെങ്കിലും തട്ടിയെടുത്താൽ വരെ, ഈച്ച തട്ടിയെടുത്താൽ വരെ അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല.